ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചോറ് കഴിക്കാൻ ഇതൊരു ഒഴിച്ചേറി മാത്രം മതി. കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. രുചി കൂട്ടാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പരിപ്പ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. 10 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ പരിപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന പൊടിയും കളറും ഒക്കെ ഇളകിപ്പോരും. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന ഏത് പരിപ്പും ഉപയോഗിക്കാം. ഞാനിപ്പോൾ പീസ് പരിപ്പിൻ്റെ ചെറിയ ഇനത്തിൽപ്പെട്ട പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. ഇനി ഒരു മീഡിയം സവാള ഹാഫ് സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു 3 പച്ചമുളക് എടുത്തേക്കണത്. നീളമുള്ളതും ചെറുതുമായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പരിപ്പിന് ആവശ്യമുള്ള ഉപ്പും, പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പരിപ്പിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിൻ്റെ മീതെ വെള്ളം വരത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇനി മീഡിയം ഹീറ്റിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറക്കാം. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന പരിപ്പാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. കടലപ്പരിപ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. മസൂർ ദാൽ അതുപോലെ സാമ്പാർ പരിപ്പൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പച്ചവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ മൂടി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതെന്താന്ന് വെച്ചാൽ 2-3 പപ്പടം കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് ആ എണ്ണയോട് കൂടി ചേർക്കുന്നതാണ്. പപ്പടം നല്ലതുപോലെ മുരിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റൊക്കെ മൂടി വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. പച്ചവെളിച്ചെണ്ണയും വേപ്പിലയും ചേർക്കുന്നതിലും വളരെ ടേസ്റ്റാണ് ഇതുപോലെ 2-3 പപ്പടം കാച്ചിട്ട് എണ്ണയോടുകൂടി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒഴിച്ചുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്